രണ്ടുപേരും ഒത്തിരി ഇഷ്ടമാണ്. മലയാളികളുടെ മനസ്സിൽ രണ്ടുപേരും ആഴത്തിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നെ. പിന്നെ രേവതി മാമിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ രണ്ടും ഒരേപോലെ കൈ കൊണ്ട് നിൽക്കില്ലേ? നമ്മളൊക്കെ കണ്ടു വളർന്നതാണ്. നമ്മളൊക്കെ കണ്ടു വളർന്നതാണ്. കുറേ നമ്മൾ കണ്ടിട്ട് വലിയൊരു സബ്ജക്റ്റാണ് അല്ലേ? ഒരു റേപ്പ് ചെയ്ത 80 പേർ, അസി എന്ന് പറയുമ്പോൾ 80 എന്ന് മലയാളത്തിൽ പറയുന്നു അർത്ഥിക്കുന്ന വാക്ക്. അതിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു ഇര, നീതി നടപ്പാക്കേണ്ട ജഡ്ജ്. ഈ കഥ വന്നപ്പോൾ, ഈ കഥ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കണം. ആദ്യത്തെ പോസിറ്റീവ് എന്തായിരുന്നു രേവതിമ? അനുഭവ് സിൻഹ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ ആക്ച്വലി പേഴ്സണലി ഒരു മീറ്റിങ്ങിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പറഞ്ഞപ്പോൾ ഈ സെഡ് ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ദിവസം പേപ്പറിൽ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് കാണുന്നുണ്ട്, ഒന്നിൻ്റെ മേലെ ചില ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഒരാളുടെ മനസ്സ് എങ്ങനെയാണ് ഇത് ഒരാൾക്ക് സാധിക്കുന്നത്, ഇങ്ങനെ ഒരു കൊച്ചിനെയോ പെണ്ണിനെയോ വാട്ട് എവർ യുനോ പീഡിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കംപ്ലീറ്റ് ഇത് ഞാനിങ്ങനെ ഐ ആം സെർച്ചിങ്, ഐ എം ലുക്കിംഗ്, ഐ എം ട്രൈങ് ടു പുട്ട് സർട്ടൻ തിങ്സ് ടുഗെദർ. എൻ്റെ അടുത്ത് ഇപ്പോൾ കഥയില്ല, പക്ഷേ ഇതാണ് എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലെറ്റ് മീ നോ വെൻ ദ സ്ക്രിപ്റ്റ് ഇസ് ഓവർ ആൻഡ് ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ എനിക്കൊരു നല്ല ഒരു വെറുതെ വന്നു പോവാതെ എന്തെങ്കിലും. ഈ സെഡ് ഓഫ് കോഴ്സ് 4-5 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെയും എന്നെ പുള്ളി വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചപ്പോൾ ഹി ടോൾഡ് മീ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ആൻഡ് എനിക്ക് ഈ ജഡ്ജിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമായി. ബിക്കോസ് അവിടെ ആണല്ലോ പ്രശ്നങ്ങൾ. ബിക്കോസ് ഇവിടെ മനസ്സുകൊണ്ട് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. എവ്രിതിങ് ഇസ് ബേസ്ഡ് ഓൺ എവിഡൻസ്. സോ ഞാൻ ജഡ്ജിൻ്റെ റോൾ ചെയ്തിട്ടില്ല, പക്ഷേ ഈ പടത്തിൻ്റെ ഭാഗമാവുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് എ വെരി വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. പക്ഷേ ഇത് ഇഷ്ടമായിരുന്നു ഒരു റിസ്ക്കാണ്. ഈ ജഡ്ജ് ഒരു റിസ്ക്കാണ്. കാരണം നമ്മൾ ജഡ്ജിൽ നിന്നും പലതും കേൾക്കുന്നു, പലതും കാണുന്നു, പക്ഷെ എല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ രേവതി മാം എന്ന വ്യക്തിക്ക് ഇതൊരു ചലഞ്ചായിരുന്നു എന്ന് ഞാൻ സ്വയം പറഞ്ഞാൽ അത് തെറ്റുമോ, എനിക്ക് ശരിയാവും? കറക്റ്റാണ്, ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് ഈ ഒരു കോർട്ട് എന്ന സിനാരിയോ അനുഭവ് സിൻഹ ചെയ്തിട്ടുള്ളത് ഭയങ്കര റിയലിസ്റ്റിക് കോർട്ട് സിനാരിയോ ആണ്. നമ്മൾ എൻ്റെ 1-2 പടങ്ങൾക്ക് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്യാൻ കോർട്ടിൽ പോയിട്ട് കോർട്ട് കേസസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു സെഷൻസ് കോർട്ടിൽ, ഒരു മജിസ്ട്രേറ്റ് കോർട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നതും ഡ്രാമാറ്റിക്സും ഒന്നുമില്ല. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. സോ എനിക്ക് അതും ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ബിക്കോസ് ഇതിൽ ജഡ്ജിന് ഒരുപാട് പറയാനുണ്ട്. ബിക്കോസ് റിയാലിറ്റിയിൽ ദ ജഡ്ജ് ഇസ് കോൺസ്റ്റൻ്റ്ലി ടോക്കിംഗ് ടു ദ ലോയേഴ്സ്. അത് പറഞ്ഞിട്ട് മാറ്റിയേക്ക്, ഇത് ചെയ്യും, ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ ദ വേ വലിയ ലോഡ്, അങ്ങനെയൊന്നുമില്ല. സാധാരണ മനുഷ്യന്മാർ, പക്ഷേ അവർക്കായ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനം എടുക്കുന്നത് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഷോൾഡേഴ്സിലാണ്. സോ ആൻഡ് ഐ ലവ്ഡ് ദ വേ ഈ സീൻസ് എഴുതിയ ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഐ ഫെൽറ്റ് ഹാപ്പി ഡൂയിങ് ഇറ്റ്. തീർച്ചയായിട്ടും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.